Welcome to Mathsion CUSAT-CAT Previous Year Solution Series Real Analysis Part 2. So CUSAT-CAT അതുപോലെ തന്നെ ജാമിയ, അലിഗഡ്, അതുപോലെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളായ കാലിക്കറ്റ് MG, കണ്ണൂർ, കേരള യൂണിവേഴ്സിറ്റികളിലേക്ക് ഉള്ള MSc മാത്തമാറ്റിക്സ് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്രാഷ് കോഴ്സ് മാത്സ്യോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിൽ നോക്കുക, കോണ്ടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ സെറ്റ് ഓഫ് പോയിന്റ്സ് വേർ ദ ഫംഗ്ഷൻ എഫ് ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 2x - 1 sin x ഈസ് ഡിഫറൻഷ്യബിൾ. സോ ഇവിടെ നമുക്ക് മോഡ് ഫംഗ്ഷൻ ടൈംസ് സൈൻ എക്സ് എന്നുള്ള ഫംഗ്ഷനാണ്. ഈസ് ഡിഫറൻഷ്യബിൾ ഈസ് ഓൺ r minus z 1/2 open 0 infinity open minus infinity. സോ എവിടെയാണ് ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ നമുക്കറിയാം മോഡുലസ് ഓഫ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റ് എവിടെയാണ് നമുക്കറിയാം. ആ മോഡുലസിന്റെ ഉള്ളിലുള്ള വാല്യൂ 0 ആവുന്ന പോയിന്റിലാണ് അല്ലേ. സോ നമുക്ക് അതേ പോയിന്റ് തന്നെ നോക്കാം. സോ 2x - 1 0 ആവുന്ന പോയിന്റ്, അതായത് x ഈക്വൽ ടു 1/2. സോ എക്സ് ഈക്വൽ ടു 1/2 ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. സോ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ ആണ് വന്നിട്ടുള്ളത്. സോ എക്സ് ഈക്വൽ ടു 1/2 ഈ ടോട്ടൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റ് എക്സ് ഈക്വൽ ടു 1/2 ചെക്ക് ചെയ്യുന്നത്. സോ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് h ടെൻഡിങ് ടു 0 f ഓഫ് 1/2 പ്ലസ് h മൈനസ് f ഓഫ് 1/2 by h അല്ലേ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡിങ് ടു 0 f ഓഫ് 1/2 പ്ലസ് h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, 2 ഇൻറ്റു h പ്ലസ് 1/2 മൈനസ് 1 ഇതിൻ്റെ മോഡുലസ് സൈൻ ഓഫ് h പ്ലസ് 1/2 മൈനസ് വാട്ട് ഈസ് സൈൻ 1/2 സോറി f ഓഫ് 1/2 f ഓഫ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, മോഡുലസ് ഓഫ് 2 ഇൻറ്റു 1/2 മൈനസ് 1 സൈൻ 1/2 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഉം 2 കട്ട് ചെയ്തു, ദിസ് വിൽ ബി ഈക്വൽ ടു 0. സോ മൈനസ് 0 ഡിവൈഡ് ബൈ h എന്ന് വരും. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡിങ് ടു 0 മോഡുലസ് ഓഫ് ഇതെന്ത് വരും, മോഡുലസ് ഓഫ് 2h പ്ലസ് 1 മൈനസ് 1. സോ മോഡുലസ് ഓഫ് 2h ടൈംസ് സൈൻ ഓഫ് h പ്ലസ് 1/2 ബൈ h എന്ന് വരും അല്ലേ. സോ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും എടുക്കുന്നു, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുന്നു, അതായത് ലിമിറ്റ് h ടെൻഡിങ് ടു 0 മൈനസ് എന്താണ് മോഡുലസ് ഓഫ് 2h സൈൻ ഓഫ് h പ്ലസ് 1/2 ബൈ h എന്നുള്ളത് എന്തായിട്ട് മാറും, ലിമിറ്റ് h ടെൻഡിങ് ടു 0 മൈനസ് നെഗറ്റീവ് ആവുന്ന സമയത്ത് മോഡുലസ് ഓഫ് 2h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, മൈനസ് 2h അല്ലേ, സൈൻ ഓഫ് h പ്ലസ് 1/2 ബൈ h എന്ന് വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഇത് കട്ട് ചെയ്ത് പോകും, ബാക്കി മൈനസ് 2 സൈൻ 1/2 എന്ന് വരും. ഓക്കെ, മൈനസ് 2 സൈൻ 1/2 എന്നാണ് വരിക. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ് വരിക, സിമിലർലി ലിമിറ്റ് h ടെൻഡിങ് ടു 0 പ്ലസ് ആവുന്ന സമയത്ത് മോഡുലസ് ഓഫ് 2h എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, 2h മോഡുലസ് ഓഫ് 2h എഴുതാം, സൈൻ ഓഫ് h പ്ലസ് 1/2 ബൈ h ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡിങ് ടു 0 2h സൈൻ ഓഫ് h പ്ലസ് 1/2 ബൈ h എന്ന് വരും. സോ ഇവിടെ h കട്ട് ചെയ്ത് പോകും, ബാക്കി h ടെൻഡിങ് ടു 0, ദിസ് വിൽ ബി 2 സൈൻ 1/2 എന്നാണ് വരിക. ഇവിടെ മൈനസ് 2 സൈൻ 1/2 ആണ്, ഇവിടെ 2 സൈൻ 1/2 ആണ്. സോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. സോ എന്ത് പറയാൻ പറ്റും, ഇവിടെ f ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x is equal to 1/2. x is equal to 1/2 ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. സോ നമുക്ക് 1/2 ഉള്ള ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്യാം. മൈനസ് ഇൻഫിനിറ്റിയിൽ 1/2 ഉണ്ട്, ഇത് റിമൂവ് ചെയ്യാം. 0 ഇൻഫിനിറ്റിയിൽ 1/2 ഉണ്ട്, r 1/2 ഉണ്ട്. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇവിടെ മോഡുലസ് വാല്യൂ ഫംഗ്ഷൻ വരുന്ന സമയത്ത് അത് 0 ആവുന്ന പോയിന്റ് ഏതാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the greatest value of the function f of x equal to x e power minus x in the interval closed 0
open infinity is e 1 by e 0 and infinity. Okay, so ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് കാണുന്നത് അല്ലേ. സോ മാക്സിമം മിനിമം ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം അറ്റൈൻ ചെയ്യുന്ന ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം അറ്റൈൻ ചെയ്യുന്ന പോയിന്റുകളിൽ എന്തായിരിക്കും ഉണ്ടാവുക, ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും അല്ലെ, അതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണാം. വാട്ട് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ്? എക്സ് ടൈംസ് ഇ പവർ മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് ഇ പവർ മൈനസ് എക്സ് അല്ലെ, പ്ലസ് എന്ത് വരും? ഇ പവർ മൈനസ് എക്സ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ഇ പവർ എക്സ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് 1 മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. ഇ പവർ മൈനസ് എക്സ് അല്ലെ, ഇ പവർ മൈനസ് എക്സ് ഒരിക്കലും 0 ആവില്ല അല്ലെ, നോട്ട് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് എക്സ് ഈക്വൽ ടു 0, അതായത് എക്സ് ഇസ് ഈക്വൽ ടു 1. സോ എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ് അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇനി എക്സ് ലെസ് ദാൻ 1 ആവുന്ന സമയത്ത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇഫ് എക്സ് ലെസ് ദാൻ 1, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു നോക്കൂ, ഇ പവർ മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ആണ്. ഇ പവർ മൈനസ് എക്സ് ദിസ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, ആൻഡ് എക്സ് ലെസ് ദാൻ 1 ആവുന്ന സമയത്ത് ഇതെന്തായിട്ട് മാറും? ഇത് എക്സ് 1നേക്കാൾ ചെറുതാണെങ്കിൽ 1 മൈനസ് എക്സ് എന്തായിരിക്കും? ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. സോ ദിസ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. ഓക്കെ, സോ എഫ് ഡാഷ് അതായത് എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ, അതായത് ക്ലോസ്ഡ് 0 ഓപ്പൺ 1ല് എന്താന്ന് പറയാൻ പറ്റും? എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, അതായത് എഫ് ഈസ് എന്താണെന്ന് പറയാൻ പറ്റും? ഇൻക്രീസിങ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ എക്സ് ഈക്വൽ ടു 1ൽ എന്താണ്? അത് ഒരു എക്സ്ട്രീം പോയിന്റ് ആണ്. ആൻഡ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായിരിക്കും? 1 മൈനസ് എക്സ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 1 മൈനസ് എക്സ് നെഗറ്റീവ് ആവും. സോ ദിസ് വിൽ ബി 0, അതായത് എഫ് ഈസ് ഡിക്രീസിങ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവുന്ന സമയത്ത് ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യും. സോ അതായത് ഇങ്ങനെയാണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നതെങ്കിൽ ഇങ്ങനെ വന്ന് 1 വരെ ഇൻക്രീസ് ചെയ്യും, പിന്നെ എന്തായിരിക്കും? അത് ഡിക്രീസ് ചെയ്തിട്ടായിരിക്കും പോവുക. ഓക്കെ, ഡിക്രീസ് ചെയ്തിട്ടായിരിക്കും പോവുക. സോ എക്സ് ഈക്വൽ ടു 1ലായിരിക്കും ഇതിന്റെ എക്സ്ട്രീം പോയിന്റ് ഉണ്ടാവുക. അത് തന്നെ ആയിരിക്കും ഇതിന്റെ ലോക്കൽ മാക്സിമം ഉണ്ടാവുക. സെക്കൻഡ് ഡെറിവേറ്റീവ് നോക്കിയാൽ മതി, അപ്പൊ നമുക്കത് മാക്സിമം പോയിന്റ് ആണെന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? ഫംഗ്ഷൻ മാക്സിമം അറ്റൈൻ ചെയ്യുന്നത് എവിടെയാണ്? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് 1 ഈക്വൽ ടു എന്ത് വരും? 1 ഇൻറ്റു ഇ പവർ മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ഇ. സോ 1 ബൈ ഇ ആയിരിക്കും ഇതിന്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഇസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ 0 1? 1 ബൈ എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ, സൈൻ എക്സ് ബൈ എക്സ് ആൻഡ് സൈൻ എക്സ്. സോ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ്, അതായത് ഒരു ഓപ്പൺ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണോ അല്ലയോ നോക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് ആ 2 പോയിന്റിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ 2 എൻ പോയിന്റ്സിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഒന്നാമത്തതിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 ബൈ എക്സ് സ്ക്വയർ എക്സിസ്റ്റ് ഇല്ല അല്ലെ, ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. സോ ഇത് എന്തായിരിക്കില്ല? യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കില്ല. സോ നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. സോ നമുക്ക് ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരാം. സോ ബി നോക്കുക, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 ആണ്, എക്സിസ്റ്റ് ചെയ്യും. സി എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ആണ്, അത് ഈക്വൽ ടു 1 ആണ്, എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ഡി എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എക്സിസ്റ്റ് ചെയ്യും അല്ലെ. സോ നമുക്ക് ഓപ്ഷൻ ഇവിടെ എ ആയിരിക്കും വരിക. സോ യൂണിഫോംലി കണ്ടിന്യൂറ്റി ഒരു ഓപ്പൺ ഇന്റർവെല്ലിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം എന്താണ്? അതിന്റെ ബോത്ത് എൻഡ്സിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സീരീസ് -1n x power n by n converges if x belongs to open -1 closed 1 open 1 closed 1 minus open -1 closed 0 0 open 1 open 0 open 1. സോ ഈ സീരീസ് എവിടെയാണ് കൺവേർജ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ സീരീസ് ഒരു പവർ സീരീസ് ആണ്. സോ ഇതിന്റെ നമുക്ക് എന്ത് ചെയ്താൽ മതി? റേഡിയസ് ഓഫ് കൺവേർജന്റ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. സോ റേഡിയസ് ഓഫ് കൺവേർജ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി an ബൈ an പ്ലസ് 1 ചെയ്യുക. ദിസ് വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്താണ്? a എന്ന് പറഞ്ഞാൽ nth ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1n മോഡുലസ് ഓഫ് ആണ്. ഓക്കെ, മോഡുലസ് ഓഫ് -1n ബൈ n ഹോൾ ഡിവൈഡ് ബൈ, അതായത് എന്ത് വരും? n+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n+1 ബൈ -1n+1 എന്ന് വരും.
സോ ദിസ് വിൽ ബി മോഡുലസ് എടുക്കുന്ന സമയത്ത് ലിമിറ്റ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി, ഇത് രണ്ടും കട്ട് ചെയ്ത് പോവും. ബാക്കി എന്താണ് വരിക? 1 + 1/n എന്ന് വരും അല്ലെ. നെഗറ്റീവ് ഉണ്ടാവും. മോഡുലസ് എടുക്കുമ്പോൾ ദിസ് വിൽ ബി 1 + 1/n, ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. സോ നമുക്ക് റേഡിയസ് ഓഫ് കൺവെർജൻസ് R എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും? 1 ആണെന്ന് കിട്ടും. ഓക്കെ, സോ റേഡിയസ് ഓഫ് കൺവെർജൻസ് 1 ആണ്. അതായത് സീരീസ് കൺവേർജന്റ് ഈഫ് എന്താണ്? മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ സീരീസ് കൺവേർജന്റ് ആണ്. അതായത് എക്സ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 സീരീസ് കൺവേർജന്റ് ആണ് നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷേ ഇനി വിഷയം വരുന്നത് എവിടെയാണ്? എക്സ് ഈക്വൽ ടു -1ലും എക്സ് ഈക്വൽ ടു 1ലും ഈ സീരീസ് കൺവേർജന്റ് ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ ഒരൊറ്റതിൽ തന്നെ നമുക്ക് ബാക്കി ഓപ്ഷൻസ് റിമൂവ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മളിവിടെ അത് എക്സ് ഈക്വൽ ടു -1ലും 1ലും കൺവേർജന്റ് ആണോ എന്നും കൂടെ നമ്മൾ നോക്കുകയാണ്. ഓക്കെ, ഇനി ആദ്യം മറ്റേ എക്സ് ഇസ് ഈക്വൽ ടു 1. എക്സ് ഇസ് ഈക്വൽ ടു 1ൽ സീരീസ് എന്ന് പറയുന്നത് സീരീസ് എന്തായിട്ട് മാറും? -1/n. x⁻1 എന്ന് പറഞ്ഞാൽ 1/n 1 തന്നെയാണ് ബൈ n. ഓക്കെ, സോ ദിസ് ഈസ് എൻ ആൾട്ടർനേറ്റിംഗ് സീരീസ്. ദിസ് സീരീസ് ഈസ് കൺവേർജന്റ് ബൈ ലെബിനിസ് ടെസ്റ്റ് നമുക്ക് ചെയ്താൽ മതി. ലെബിനിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 റൂളാണുള്ളത്. ഒന്ന്, ഇതിൽ an എന്ന് പറയുന്നത് ഇവിടെ 1/n ആണ്. 1/n ഡെക്രീസിങ് ആയിരിക്കണം അല്ലെ. 1/n ഗ്രേറ്റർ ദാൻ 1/n + 1 ഗ്രേറ്റർ ദാൻ 1/n + 2 എക്സെട്ര ആണ്. സോ ഇത് ഡിക്രീസിങ് ആണ്. രണ്ടാമത്തെ എന്താണ്? ലിമിറ്റ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി an 0 ആയിരിക്കണം. ഓക്കെ, ലിമിറ്റ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1/n 0 ആണ്. സോ ഈ സീരീസ് എന്താണ്? കൺവേർജന്റ് ആണ്. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു 1ൽ ഈ സീരീസ് കൺവേർജന്റ് ആണ്. ഇനി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -1 ഈ സീരീസ് എന്താണെന്ന് നോക്കൂ. ഈ സീരീസ് എന്താണ് വരിക? -1/n ഇൻറ്റു എക്സിന് പകരം -1/n ഡിവൈഡ് ബൈ n, ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ 1/n ആയിട്ട് മാറും. -1/n ഇൻറ്റു -1/n എന്ന് പറഞ്ഞാൽ -1/2n, ദാറ്റ് ഇസ് 1. സോ സീരീസ് 1/n ആണ്. ഈ സീരീസ് എന്താണ്? ഡൈവേർജന്റ് ആണ് ബൈ പി ടെസ്റ്റ് അല്ലെ. പി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1/n⁻p സീരീസ് ആണ്. കൺവേർജന്റ് ഇഫ് എന്താണ്? p ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ഡൈവേർജന്റ് ഇഫ് p ലെസ് ദാൻ ഈക്വൽ ടു 1. ഓക്കെ, സോ ഈ സീരീസ് എന്താണ്? ഡൈവേർജന്റ് ആണ് തെറ്റി. സോ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -1 സീരീസ് ഡൈവേർജന്റ് ആണ്. സോ ഈ സീരീസ് കൺവേർജന്റ് ഇഫ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ -1 ക്ലോസ് ടു 1. ഓക്കെ, സോ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്രാഷ് കോഴ്സിന്റെ കാര്യം മറക്കണ്ട. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. താങ്ക് യു.